ചക്ക നിറച്ച് പൊരിക്കുന്നത് ഉണ്ടാക്കി കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ ചിരകിയത് ഇടാം. ഞാനിത് തേങ്ങാപ്പൂള് മിക്സിയിൽ പൊടിച്ചെടുത്തോണ്ട് ഇങ്ങനെ കേട്ടോ. ഒരു ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട്. നമ്മൾ ചക്ക എത്രയാണോ അതിനനുസരിച്ച് എടുക്കുക. പിന്നെ അതൊന്ന് ചെറുതായിട്ടൊരു മൂത്ത മണം വരുന്ന സമയത്ത് മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ചേർക്കുക. ഞാനിവിടെ ഉരുക്കിയതുള്ളത് കൊണ്ട് അങ്ങനെ ഒഴിച്ചതേ ഉള്ളൂ. ഇല്ലെങ്കിൽ 2 അച്ച് ശർക്കര ഉരുക്കിയിട്ട് അത് ഒഴിച്ചാൽ മതി, അരിച്ചിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ. ഇനി ഇതിൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ഇടുക. ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയാവും. എന്നിട്ട് ആ വെള്ളമൊക്കെ വറ്റണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ചെറിയ തീയിൽ തന്നെ തേങ്ങ വേവണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം ഡ്രൈ ആയിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി. ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി ഇതിനൊരു ബാറ്റർ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് മൈദേനെ എടുത്തിട്ടുള്ളൂ കേട്ടോ. 250 ml അളവ് എടുത്താൽ മതി. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തു. കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ഇടാം. പിന്നെ ആ മാവിന് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പിടാം. പിന്നെ ഒരു മുട്ടയാണ് വേണ്ടത്. ആ മുട്ട ഉടച്ചൊഴിക്കുക. എന്നിട്ട് ആദ്യം മുട്ട ഒന്നൊരു സ്പൂൺ വെച്ചൊന്ന് കലക്കിയെടുത്തിട്ട് പിന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഈ 1 കപ്പോളം വെള്ളം ഒഴിച്ചിരുന്നു കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കലക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് ചക്കപ്പൊരി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഓരോ ചക്കച്ചോളം എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു തേങ്ങൻ്റെ ഫില്ലിങ് അതിലിടുക. കുറേ ഒന്നും ഇടണ്ട, കുറേശ്ശെ ഇട്ടാൽ മതി കേട്ടോ. അല്ലെങ്കിൽ മധുരം കൂടിപ്പോവും. ചക്കയും നല്ല മധുരമുള്ളതാണ്. അപ്പോൾ ഇനി എല്ലാ ചക്കച്ചോളയും നമുക്ക് ഇതുപോലെ ആക്കാം. ഇനി ഇത് പൊരിച്ചെടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഓരോ ചക്കച്ചോളയും മാവിൽ ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിൽ പൊരിച്ച് കോരിയെടുക്കാം. അപ്പോൾ നമ്മൾ പഴമൊക്കെ പൊരിക്കുന്ന ആ ഒരു ടൈം തന്നെ വേണം കേട്ടോ ഇത് പൊരിച്ചെടുക്കാൻ. ഞാൻ ഇതിന് മുമ്പേ ചക്ക പൊരിക്കുന്നത് കാണിച്ചിട്ടുണ്ട്. എൻ്റെ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ സ്നാക്ക് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. കുറേ സ്നാക്സിൻ്റെ റെസിപ്പിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഫില്ലിംഗ് ഇല്ലാത്ത ചക്കപ്പൊരി ഉണ്ട്. ഇത് ഫില്ലിങ്ങോടുകൂടി ഇത് നല്ല വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ 2 സൈഡും ഒന്നിങ്ങനെ വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ ചക്ക നിറച്ച് പൊരിച്ചത് ഇവിടെ റെഡിയായി. അപ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.